ജീവിതം എന്നത് മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യാനുള്ള ഒന്നല്ല. അത് സ്വന്തം വഴികളിലൂടെയുള്ള മനോഹരമായ ഒരു യാത്രയാണ്. ഒരു പൂന്തോട്ടത്തിൽ റോസാപ്പൂവും മുല്ലപ്പൂവും സൂര്യകാന്തിയും ഒരേ സമയം വിരിയുന്നുണ്ട്. പക്ഷേ ആരാണ് കൂടുതൽ ഭംഗിയുള്ളതെന്ന് പറഞ്ഞ് അവ തമ്മിൽ മത്സരിക്കാറുണ്ടോ? ഇല്ല. ഓരോ പൂവും അതിൻ്റെതായ സമയത്ത് സ്വന്തം ഭംഗിയിൽ വിരിയുന്നു. പക്ഷെ നമ്മൾ മനുഷ്യരോ, നമ്മൾ ജീവിതത്തെ ഒരു മത്സരമാക്കി മാറ്റിയിരിക്കുകയാണ്. ചരിത്രം ഒന്ന് എടുത്തു നോക്കൂ. സച്ചിൻ ടെണ്ടുൽക്കർ തന്റെ 16-ാമത്തെ വയസ്സിൽ രാജ്യത്തിന് വേണ്ടി കളിച്ചു തുടങ്ങിയപ്പോൾ അബ്ദുൽ കലാം ആസാദ് എന്ന മഹാനായ ശാസ്ത്രജ്ഞൻ തന്റെ 50കളിലാണ് ഈ ലോകം അറിയപ്പെടുന്ന വ്യക്തിയായി മാറിയത്. ആൽബർട്ട് ഐൻസ്റ്റീൻ ചെറുപ്പത്തിൽ മന്ദബുദ്ധി എന്ന മുദ്ര കുത്തപ്പെട്ടവനാണ്. ഇനി കായിക ലോകമെടുത്താലോ, ഹുസൈൻ ബോൾട്ട് 100 മീറ്റർ ഓടി തീർക്കുന്നത് 9 സെക്കൻഡ് കൊണ്ടാണ്. സോഷ്യൽ മീഡിയയിൽ മറ്റുള്ളവരുടെ വിജയങ്ങൾ കണ്ടിട്ട് ഞാൻ ഇനിയും എങ്ങും എത്തിയില്ലല്ലോ എന്ന് വിഷമിക്കുന്നവർ ഒന്ന് ഓർക്കുക. നിങ്ങൾ കാണുന്നത് അവരുടെ നാടകത്തിലെ മികച്ച രംഗങ്ങൾ മാത്രമാണ്. അവരുടെ കണ്ണീരും പ്രതിസന്ധികളും നിങ്ങൾ അറിഞ്ഞിട്ടില്ല. മറ്റൊരാളെക്കാൾ മുകളിലെത്താൻ ശ്രമിക്കുമ്പോൾ നമ്മൾ സ്വന്തം സന്തോഷത്തെയാണ് ഇല്ലാതാക്കുന്നത്. ലോകത്ത് നിങ്ങൾ തോൽപ്പിക്കേണ്ടത് ഒരേ ഒരു വ്യക്തിയെ മാത്രമാണ്. അത് ഇന്നലത്തെ നിങ്ങളെയാണ്. സൂര്യനും ചന്ദ്രനും തമ്മിൽ മത്സരമില്ല. രണ്ടുപേരും പ്രകാശിക്കുന്നത് അവരുടേതായ സമയത്താണ്. നിങ്ങളുടെ സമയവും വരും. അതിനാൽ മറ്റുള്ളവരുടെ പാതയിലേക്ക് നോക്കി ഓട്ടം നിർത്തരുത്. നിങ്ങളുടെ വേഗതയിൽ, നിങ്ങളുടെ വഴികളിലൂടെ സന്തോഷത്തോടെ മുന്നോട്ട് പോവുക. കാരണം ജീവിതം ജയിച്ചു കാണിക്കാനുള്ള മത്സരമല്ല, ജീവിച്ചു തീർക്കാനുള്ള മനോഹരമായ ഒരു യാത്രയാണ്.